ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ട്വന്റി ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് വിഷുദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. തൃക്കേക്കാട്ട് ശിവക്ഷേത്ര പരിധിയിലെ വനിതാ സൗഹൃദ കൂട്ടായ്മയോടൊപ്പമാണ് ഇന്ന് ട്വന്റി ടി വി എത്തിയിട്ടുള്ളത്. അവരുടെ വിഷുക്കാല ഓർമ്മകൾ പങ്കുവെക്കുന്നതിലോട്ട് നമുക്ക് കടക്കാം. പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മലയാള മാസ പുതുവർഷത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്താണ് പറയാനുള്ളത് എൻ്റെ ടീച്ചർക്ക്? വിഷു എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത് നമ്മളെ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ളൊരു ബന്ധമാണ്. അസുരന്മാരിൽ നിന്ന് ദേവന്മാർ ശക്തി പ്രാപിച്ചതിൻ്റെ ആ ഒരു ആഘോഷം ഓർമ്മപ്പെടുത്തലാണ് വിഷു എന്നുള്ളത്. അതായത് നമ്മുടെ പുരാതന ഭാരതത്തിലെ കാർഷിക പഞ്ചാംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ പഞ്ചാംഗത്തിൻ്റെ വർഷാരംഭമാണ് വിഷുദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. കൂടുതൽ പറയാന്ന് വെച്ചാൽ വിഷു നമ്മുടെ കാർഷിക സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. വിഷു പ്രത്യേകിച്ച് വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ മേടമാസം 1-ാം തീയതിയാണ്. തുല്യമായത് എന്നാണ് വിഷു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ തലമുറകളിലെ ഈ വിഷുക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളിലെ വ്യത്യാസം ഒരു പക്ഷേ ഈ ഒരു അംഗത്തിലെ ഏറ്റവും പ്രായമായിട്ടുള്ള അമ്മയ്ക്കായിരിക്കും പറയാൻ കഴിയുണ്ടാവുക. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയാനുള്ളത്? എനിക്ക് ഓർമ്മയുള്ളത് കാരണം ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഈ വിഷു ഒന്നും ഇത്ര ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങൾക്ക്. കാരണം എപ്പോഴെങ്കിലാണ് ഒരു സദ്യയും എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ, കാരണം പപ്പടം അങ്ങനത്തെ ഒക്കെ പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കാരണം പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഭക്ഷണമൊക്കെ എപ്പോഴെങ്കിലും. അതുപോലെ കോടി വസ്ത്രങ്ങളൊക്കെ കിട്ടുക ഓണം വിഷു അങ്ങനത്തെ സമയത്ത് മാത്രമേ ഒരു പുതിയ വസ്ത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അതുപോലെ കൈനേട്ടം അതൊക്കെ കിട്ടുന്നത് ഭയങ്കരമാണ്. ചിലപ്പോൾ ഒരു 10 പൈസ 5 പൈസ അങ്ങനെയൊക്കെ ആവും കൈനേട്ടം കിട്ടുക. അത് കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളത് അവിടെ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും, ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ആ കാലം. പിന്നെ അതുപോലെ കണി കാണാൻ നേരത്തെ എണീക്കും. 3 മണിക്കൊക്കെ കണി കാണാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആരും കിടക്കില്ല, എല്ലാവരും അടുക്കളയിൽ. കാരണം അന്നേ ഉള്ളൂ നമുക്കിങ്ങനെ സാമ്പാറും എരിശ്ശേരി അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്നത്തെ ദിവസമേ പ്രത്യേകിച്ച് ഉണ്ടാക്കുള്ളൂ. അങ്ങനെയാണ് ആ കാലങ്ങൾ. ഇപ്പം അതല്ലല്ലോ, ഇപ്പം എല്ലാ ദിവസവും സദ്യയാണ്. സദ്യക്കൊരു പ്രത്യേകതയൊന്നും അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെയാണ്. കാരണം വിഷു ആയാലും ഒക്കെ. പിന്നെ കോടി എല്ലാ ദിവസവും ഒരു കല്യാണം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കോടി. അന്നൊന്നും അതില്ല. കല്യാണത്തിനും ഒക്കത്തിന് ഈ വിഷുവിന് കിട്ടിയതായിട്ടാണ്. അത് ഒരു കൊല്ലം മുഴുവൻ അതായിട്ട് പോകണം. പിന്നെ ഒരു ഓണത്തിനാണ് ഒരു ഡ്രസ്സ് കിട്ടുക. അങ്ങനത്തെ കാലമായിരുന്നു അത്. ഇപ്പോൾ എന്നൊക്കെ എത്രയോ മാറ്റമായി. ഇപ്പോൾ രാവിലെ വിളിച്ചാൽ മക്കൾ എണീക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എണീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് വിളിച്ച് കണ്ണ് പൊത്തി കൊണ്ടുവരുമ്പോഴേക്കും ഒരു കണ്ണ് തുറന്ന് ഒരു മൊബൈലിനടുത്തേക്ക് ഓടിയിട്ടുണ്ടാവും. കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു സമയമാണ് ഈ വിഷു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഒരു വിഷുവിന് ഇതേമാതിരി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഒരു ഫുൾ പാവാടയും അതിലേക്കൊരു ജമ്പറും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. കാരണം അത്രയും ഭംഗിയായിരുന്നു അത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് കരഞ്ഞു പോയി. കുറേ കാലമായിരുന്നു ഒരു ഡ്രസ്സൊക്കെ ഒന്ന് കിട്ടിയിട്ട്. കാരണം അങ്ങനത്തെ അവസ്ഥയും, കാരണം അങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ അനുഭവങ്ങളും ചുറ്റുപാടുകളും ഒക്കെ അങ്ങനെയായിരുന്നു. കൂട്ടുകുടുംബം എല്ലാവരും കൂടെ വീട്ടിലുണ്ടാവും. അപ്പോഴതിനനുസരിച്ചുള്ള ജീവിതം. പക്ഷേ അത് ആ സമയത്താണ് അച്ഛൻ്റെ വീട്ടിൽ കാവിൽ ഉത്സവം, അച്ഛൻ്റെ തറവാട്ടിൽ ഉത്സവം ഈ വിഷുവിൻ്റെ അടുത്താവും. അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചാൽ ആദ്യം പോവുക, അതിന് പോവുക, എല്ലാവർക്കും ഇതൊന്നും കാണിക്കേണ്ട, ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. പോയിട്ട് വന്നിട്ട് ആ വിഷുവിൻ്റെ അന്നും അത് തന്നെയാണ് ഇടുക. ആ ഡ്രസ്സായിട്ടാണ് പോവുക. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം ഒരു പ്രാവശ്യത്തെ അത് ജീവിതത്തിൽ മറക്കില്ല അത്. കാരണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. ഓർമ്മകൾക്ക് എല്ലായ്പ്പോഴും ഒരു വൈകാരിക ഭാവം കൂടുതലായിട്ടുള്ളതാണ്. ഇപ്പോൾ ഓർമ്മകൾ പങ്കുവെക്കുന്ന സമയത്ത് അമ്മ ഇമോഷണലായി, അമ്മ മാത്രമല്ല ഇരിക്കുന്ന ഞങ്ങളടക്കം. അപ്പോൾ നമുക്ക് ആ ഒരു മൂഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് രാഗി ടീച്ചറെ വിളിക്കുകയാണ്. നമുക്ക് രാഗി ടീച്ചറുടെ 2 വരി പാട്ടിലോട്ട് കടക്കാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്
വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എനിക്ക് തോന്നുന്നത് ഈ വിഷുദിനത്തിൽ ഈ 2 വരിയെങ്കിലും മനസ്സിൽ പാടാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഓർമ്മകൾ, എല്ലാവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ഇപ്പം ഇന്നത്തെ ഒരു വിഷുദിനം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്തെ ഇതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ എല്ലാം സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം നമ്മൾ വിഷു കൊണ്ടാടുന്നത് അല്ലെങ്കിൽ ഓണം കൊണ്ടാടുന്നത് ഒരു പൂക്കളം, ഒരു റീലെടുത്താൽ, ഒരു പാട്ട് ആയിട്ട് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിഷുവിൻ്റെ ഒരു റീലെടുത്താൽ എല്ലാം ആയി. അപ്പം പണ്ടത്തെ കാലത്ത് നിന്ന് ഇന്നത്തേലേക്ക് വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ ഇതെല്ലാം നമ്മുടെ ഓരോ പ്രോഗ്രാമിലൂടെയും നമ്മൾ പഴമയെ നിലനിർത്തി വിഷു ആഘോഷിച്ച് പോകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. രാഗി ടീച്ചറുടെ പാട്ട് ഒരു രക്ഷയില്ല. നമ്മളെല്ലാവരും ഡെസ്പായിട്ടുണ്ടായിരുന്ന ഒരു മൂഡ് മാറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിഷുവിനെ വരവേൽക്കുന്ന ഒരു ആഘോഷവേളയിലാണ് എല്ലാവരും എന്നുള്ളത് എല്ലാവരും മുഖത്തുനിന്നും വാക്കുകളിലും വ്യക്തമാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേക പരിപാടികൾ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്താ നടത്താൻ വിചാരിച്ചിട്ടുള്ളത്? അതിനെപ്പറ്റി പറയാം. എല്ലാ വിഷു ആഘോഷം നമ്മൾ നടത്തുന്ന പോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ സദ്യ ഒരുക്കുമല്ലോ. ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വിഷുക്കണി ഒരുക്കി ഒരു 3-3:30 മണിക്കുള്ളിൽ ഞങ്ങൾ വിഷുക്കണി കണ്ടു. വിഷു കൈ നീട്ടം കൊടുത്തു. നമ്മൾ പുതുതലമുറയിലെയും പഴയ തലമുറയിലെയും ചില വിഷുക്കാല വ്യത്യാസങ്ങൾ, അന്നുണ്ടായിരുന്ന ഓർമ്മകളിലുണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി രജനി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആരടുത്തും വിഷുക്കൈനേട്ടം കിട്ടുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. വിഷുക്കോടി ഉണ്ട്, വിഷുക്കോടി പിന്നെ അന്ന് കിട്ടും എല്ലാവർക്കും. വിഷുക്കോടിയൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ കിട്ടും. പിന്നെ വിഷുക്കൈനേട്ടത്തിനാണ് എല്ലാവർക്കും ഭയങ്കര, കുട്ടികളല്ലേ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കണി കണ്ടു കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പോക്കാണ് അച്ഛൻ്റെ വീട്ടിലേക്ക്, അടുത്ത വീട്ടുകളിൽ ഒക്കെ പോയിട്ട് വിഷുക്കൈനേട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സും തരും കയ്യിൽ. എന്നിട്ട് ആ പേഴ്സും പിടിച്ചിട്ട് നമ്മളിങ്ങനെ പോവും. ആ അച്ഛൻ്റെ വീട്ടിൽ പോവും, തറവാട്ടിൽ പോവും, നമ്മുടെ തറവാട്ടിൽ പോവും. എല്ലായിടത്തും വൈകുന്നേരം നമ്മൾക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് ക്യാഷ് വാങ്ങി പേഴ്സിലിട്ടിട്ട് എണ്ണി നോക്കിയിട്ട് രാത്രി ഇത് എണ്ണി തിട്ടപ്പോൾ നിനക്ക് എത്ര കിട്ടി, എനിക്ക് എത്ര കിട്ടി എന്ന് പറഞ്ഞിട്ട് വിഷുക്കൈനേട്ടം എണ്ണലും അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ വിഷു എന്ന് പറയുന്നത് കൃഷിയെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണെന്ന് നമ്മളോട് പറഞ്ഞു. രജനി ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും മറന്നു പോയിട്ടുള്ളൊരു കാര്യം, നല്ലൊരു സന്ദേശം കൂടെയാണ് നമുക്ക് പകർന്നു തന്നത്. അപ്പോൾ ഇനി എന്താണ്
ബിസ്നി ചേച്ചിക്ക് പറയാനുള്ളത്? വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷുക്കൈനീട്ടം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് ചെറുപ്പകാലത്തിലെ. പിന്നെ കോടി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് വിഷു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് വിഷു ആഘോഷങ്ങളെക്കാൾ ഉപരി കുട്ടികളായാലും ഇന്നത്തെ തലമുറകളായാലും പല ലഹരിക്ക് അടിമകളായിട്ട് അവർക്ക് ആഘോഷങ്ങളെക്കാൾ സന്തോഷം കൊടുക്കുന്നത് ലഹരിൻ്റെ ഇതിലാണ്. അപ്പോൾ എല്ലാവരോടായിട്ട് പറയാനുള്ളത് രക്ഷിതാക്കളായാലും വീട്ടിലെ കുട്ടികളെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ പഴയ കഴിഞ്ഞു പോയ തലമുറകളിൽ വരുന്ന ആ ബന്ധങ്ങളും സന്തോഷമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ലഹരീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ വിശേഷങ്ങൾ കേട്ട ഒരു കുട്ടിയുണ്ട് ഇവിടെ, നമ്മുടെ ഗാഥക്കുട്ടി. അപ്പോൾ ഗാഥക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഇവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വിഷുവിനെ പറ്റിയൊക്കെ മനസ്സിലായത്. എന്റെ വിഷു പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുക, വിഷു കൈനീട്ടം വാങ്ങുക, റീലെടുക്കുക, ഇതൊക്കെ തന്നെ. സദ്യ കഴിക്കണ്ടേ? ആ സദ്യ അതുണ്ടാക്കിയ എന്തായാലും കിട്ടും. പായസം കുടിക്കണം. അപ്പനി ഇത് പായസം ഉണ്ടാക്കണ്ടല്ലോ, അപ്പൊ അതും കൂടി കുടിച്ച് അത്ര. 20 TVയുടെ വിഷുദിന പ്രത്യേക പരിപാടി ഇവിടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതുതലമുറയിലെയും പഴയ തലമുറയിലെയും വിഷുവിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, അവരുടെ ഓർമ്മകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ അറിയാൻ പറ്റി എന്നുള്ളതാണ്. മാത്രമല്ല വിഷു നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്കൊരു കാർഷിക ഉത്സവം കൂടെയാണ്. മേടം 1 ഇത് നമ്മുടെ മലയാള മാസ പുതുവർഷമായിട്ടും കൂടെ ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ തലമുറ മറന്നുപോയൊരു കാര്യമുണ്ട്, കൃഷി അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കൃഷിയുടെ പ്രാധാന്യം എന്താണെന്നൊക്കെ മറന്നു പോയിട്ടുള്ളൊരു സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തുന്നൊരു സന്ദേശം നമുക്ക് ലഭിച്ചു. അപ്പോൾ ഈ അവസാനിക്കാൻ പോകുന്നൊരു വേളയിൽ നമുക്ക് ഒന്നും കൂടെ ഇവിടെ എല്ലാവരുടെയും ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഒരു പാട്ടൊക്കെ പാടല്ലേ? കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ, കൊന്ന പൂവേ കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ. എല്ലാവർക്കും 20 TVയുടെയും അതോടൊപ്പം തന്നെ ഈ സൗഹൃദ കൂട്ടായ്മയുടെയും വിഷുദിന ആശംസകൾ.